അതായത് ശബരിമല സ്വർണം മോഷ്ടിച്ചത് വാങ്ങി എന്നിപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ അതേ ജുവല്ലറിയുടെ ഉദ്ഘാടനം ശബരിമലയിലെ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് ആണ് നിർവഹിച്ചതെന്ന് ഈ ക്ഷണപത്രം പറയുന്നു. അദ്ദേഹം അവിടെ പൂജയ്ക്ക് പോയിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. എന്ത് പൂജയായിരുന്നു സാധാരണ ഉള്ള? ഒരു തലേ ദിവസം ഒരു ഭഗവത് സേവയും പിറ്റേ ദിവസം ഒരു ഗണപതി ഹോമോ അയ്യപ്പ പൂജ അങ്ങനെ എന്തോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും തലേന്ന് വൈകിട്ടും പിറ്റേ ദിവസം രാവിലെ ആയിട്ടായിരുന്നു. എത്ര നാൾ മുന്നേ നടന്നത്? ഇതൊരു 2.5 വർഷമായി കാണും. എനിക്ക് തോന്നുന്നൊരു 23-ലോ 22, 23 ആ സമയത്താ. ഈ പുണ്യകൃഷ്ണൻ പൂജ ആരുടെ എന്ത് പറഞ്ഞ ആരുടെ വീടെന്ന് പറഞ്ഞ? എന്നെ കുറെ നാളായിട്ട് ഇദ്ദേഹം അവിടെ ബാംഗ്ലൂർ ഒരു 2-3 സ്ഥലത്ത് ഇങ്ങനെ പൂജയ്ക്ക് വിളിച്ചു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡേറ്റിന്റെ പ്രശ്നം വേറൊന്നുമല്ല. ഈ അമ്പലത്തിലെ പൂജകളുടെ ഒരു ഇത് വന്നപ്പം അദ്ദേഹം പറഞ്ഞ ഡേറ്റുകളൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കുറെ നാള് നീങ്ങി അവസാനം ഈ ഒരു ഡേറ്റ് ജൂലൈ അങ്ങനെ എന്തോ ജൂൺ അല്ല, എന്തായാലും ജൂലൈ ആയിരിക്കും. അപ്പൊ അത്യാവശ്യം ഇവിടുത്തെ തിരക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നോക്കി ഞാനിങ്ങനെ 2 ദിവസത്തേക്ക് ചെന്നു. അപ്പം ബാംഗ്ലൂർ ഒരു 2-3 വീട്ടില്, പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ 2-3 വീടുകളിലെത്തി പൂജ നടത്തി അല്ലേ ആ സമയത്ത്? അതെ 2023. അതിന് മുന്നും പിന്നെയും പോയിട്ടില്ല അല്ലേ? ഇല്ല, ഒരു തവണ പോയിട്ടുള്ളൂ. എങ്ങനെ 23? അതെ, 2 വർഷം മുമ്പ്. അതെ. ഇയാളെങ്ങനെ ഞാൻ ചോദിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയുള്ള പരിചയം? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വെച്ചുള്ള പരിചയം. ശബരിമല വെച്ചാൽ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ അവിടെ മുമ്പ് നിന്നിട്ടുള്ളതാണൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം നിന്നിട്ടുള്ളത്. പക്ഷെ പറഞ്ഞത് നിന്നിട്ടുള്ളത് കൊണ്ട് അവിടെ എല്ലാവർക്കും അറിയാം. അതുവഴി എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു പരിചയമായി ഇങ്ങനെ കണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഇതുപോലെ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പലതവണ ഒഴിഞ്ഞതാ. അത് ഒഴിയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഇത്ര ഇങ്ങനെ യാത്ര ഈ അമ്പലത്തിലെ വിട്ടിട്ട് ഇങ്ങനെ വേറെ പൂജയ്ക്ക് വേണ്ടിട്ട് ഇതില്ലാത്തതുകൊണ്ടാ. പക്ഷെ പിന്നീട് ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പോവാന്നായി. അല്ലല്ല, ഇതിപ്പോ 2 വർഷം 23-ലാ. 23. അതേ ഉള്ളൂ. അവിടെ പോയി ആ വീടായിരുന്നല്ലേ, വീട്ടിൽ പൂജ നടത്തി പോയിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ വീട്ടില് പൂജ നടത്തി. പിന്നെ ഈ ജ്വല്ലറിയിലും ഒരു വിളക്ക് കത്തിര അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പൂജയൊന്നുമില്ല. അല്ല, ഉദ്ഘാടനമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിളക്ക് കത്തി അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. രണ്ടും എല്ലാവരും തന്നെ ആയിരുന്നു അല്ലേ? അതെ.